ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതി ഇന്ന് സംശയം പ്രകടിപ്പിക്കുകയാണ്. ഹൈക്കോടതി അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘത്തിനെതിരെ. നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന കുറെ സംശയങ്ങൾ, കുറെ ചോദ്യങ്ങൾ, അതാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്. അന്വേഷണം അതെന്തുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് എത്താത്തതെന്ന് കോടതി ചോദിക്കുകയാണ്. എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് ഹൈക്കോടതി. SITയെ പ്രത്യേക അന്വേഷണ സംഘത്തെ സംശയ നിഴലിലാക്കുകയാണ് ഹൈക്കോടതിയുടെ ഓരോ വാക്കുകളും. 2019 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു. അത് കൊടുക്കാൻ തീരുമാനിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂട്ടായി എടുത്ത തീരുമാനമായിരുന്നു. അപ്പോൾ പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയോ? കോടതി ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളായ KP ശങ്കർദാസ് അതോടൊപ്പം N വിജയകുമാർ ഈ രണ്ടു പേരിലേക്കും അന്വേഷണം പോകാത്തത്? കോടതി ചോദിക്കുന്നു. ഇത് ഗുരുതരമായ വീഴ്ചയല്ലേ എന്ന്. ഒരേ ക്രിമിനൽ ലയബിലിറ്റി അല്ലേ ഈ മൂന്ന് പേർക്കും ഉള്ളതെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP S ശശിധരൻ ഇത് പരിശോധിക്കണമെന്നും ഹൈക്കോടതി പറയുന്നു. മൂന്ന് പേരും ഒരേപോലെ കുറ്റക്കാരാണെന്ന്, അതാണ് കോടതിയുടെ പക്ഷം. ദേവസ്വം ബോർഡിനെതിരെ കടുത്ത വിമർശനവും കോടതി ഉന്നയിക്കുന്നുണ്ട്. അതായത് രക്ഷിതാവ് ആരാണോ സംരക്ഷിക്കേണ്ടത് അവർ തന്നെ ആരാച്ചാരായി എന്ന വലിയ വിമർശനമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. SITയുടെ അന്വേഷണം വിവേചനരഹിതമാകണമെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഒരു തീയതി ഇന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അത് December 5 ആണ്. December 5-ന് ശേഷം അന്വേഷണം സ്തംഭിച്ചു എന്നാണ് കോടതി പറയുന്നത്. നമുക്കറിയാം 9, 11 ഈ രണ്ട് തീയതികളിൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് അന്വേഷണം നിലച്ചു എന്ന ഗുരുതര പരാമർശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. താൻ നിരപരാധിയാണെന്നായിരുന്നു N വാസുവിന്റെ വാദം. അത് കോടതി അങ്ങ് തള്ളുകയാണ്. N വാസു മാത്രമല്ല, മുരാരി ബാബുവും KS ബൈജുവും ഇവര് മൂന്ന് പേരും ഇവരുടെ കുറ്റകൃത്യത്തിലെ പങ്കാളിത്തം പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. FIR-ൽ പേരുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്തതായി എന്തുകൊണ്ടാണ് കാണാത്തതെന്നും ഹൈക്കോടതി ചോദിക്കുന്നു.